മലയാളികളെ ആകെ തന്നെ ഞെട്ടിച്ച ഇന്ത്യയിലെ ഒരു വ്യവസായ ലോകത്തെയും സാധാരണക്കാരെയും പോലെ ഞെട്ടിച്ചിട്ടുള്ള ഒരു മരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഡോക്ടർ CJ റോയുടെ കാര്യത്തിൽ 57 വയസ്സുള്ള അദ്ദേഹം സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ സമ്പന്നനായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ 150 കോടി രൂപയിലധികം കാറുകൾ മേടിക്കുന്നതിന് മാത്രം ചെലവഴിച്ച ഒരു മനുഷ്യൻ അത്തരത്തിൽ മരണപ്പെട്ടു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഇതുപോലെ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചതിനെക്കുറിച്ച് നമ്മളൊരു ഒന്ന് ആലോചിക്കുകയാണ് ഇവിടെ, അല്ലെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പണം ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. മനുഷ്യനെ അന്തസ്സ് ഉയർത്തുന്ന ഒരു കാര്യമാണ്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. സമ്പത്തൊക്കെ ആവശ്യത്തിന് വേണം എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് മാത്രമല്ല എല്ലാമെന്നും, ഇതൊക്കെ വേണമെങ്കിൽ ജീവിതത്തിൽ ഏത് നിമിഷവും പോകാമെന്നും ഒക്കെയുള്ള വലിയ തിരിച്ചറിവ് കൂടി ഏതൊരു മനുഷ്യനും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിൽ ഞാൻ കേരളത്തിലുള്ള ബിസിനസ്സുകാരിലേക്ക് രണ്ടാമത് വരാം. ആദ്യം നമുക്ക് ഇന്ത്യയിൽ തന്നെ അത്തരത്തിലുള്ള വലിയ ബിസിനസ്സുകാരുണ്ട്. അവരൊക്കെ ഒരിക്കലും തകരില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ തകർന്നു പോയിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ അത്തരത്തിൽ ഏറ്റവും വലിയൊരാളാണ് അനിൽ അംബാനി എന്ന് പറയുന്നത്. അദ്ദേഹം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ലെന്നും ഞാൻ ഭാര്യയുടെയൊക്കെ സ്വർണം പണയം വെച്ചു അതുപോലെ വിറ്റിട്ടുമൊക്കെയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. കൂടാതെ 850 കോടിയോളം പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ജയിലിൽ പോയേനെ. പക്ഷെ അത് മുകേഷ് അംബാനിയൊക്കെ ഇടപെട്ട് അടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ്റും ഒക്കെ അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ അത്തരത്തിലാണ് അദ്ദേഹം പഴയ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഏതാണ്ട് ജീവിതത്തിൽ ഒന്ന് പിടിച്ചു കയറാൻ പറ്റുന്ന, ജീവിച്ചു പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിയത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള ആളായിരിക്കുമ്പോൾ, ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായിട്ടിരിക്കുമ്പോഴാണ് ഈ അവസ്ഥ എന്നുള്ളതൊക്കെ നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തും എപ്പോഴും സംഭവിക്കാം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. രണ്ടാമത്തത്, നമുക്കെല്ലാം അറിയാവുന്ന ഏറ്റവും വലിയൊരു ബിസിനസ് കാരൻ എന്ന് പറയുന്നത് വിജയ് മല്യയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ തട്ടിപ്പിന് വേണ്ടി ശ്രമിച്ച ഒരാളാണെന്നൊക്കെ ആളുകൾ പറയും. പക്ഷേ ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിതാവായി തുടങ്ങിയ ബിസിനസ്സാണ്, അല്ലാതെ അദ്ദേഹമായി തുടങ്ങിയ ബിസിനസ്സല്ല. അദ്ദേഹം കുറച്ചുകൂടി ആർഭാടവും ധാരാളിത്തവും ഒക്കെ കാണിച്ചിരുന്നു എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിനും നേരിടേണ്ടി വന്നത്, അദ്ദേഹം ഒരു അഭയാർത്ഥിയായി മറ്റൊരു രാജ്യത്ത് കഴിയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വലിയ തകർച്ചയാണ് അദ്ദേഹം നേരിട്ടത്. അദ്ദേഹത്തിൻ്റെ കിങ്ഫിഷർ എന്ന് പറഞ്ഞ ബ്രാൻഡും അതിൻ്റെ ബിയറും അതുപോലെ തന്നെ കിങ്ഫിഷർ എയർലൈൻസും അദ്ദേഹം മറ്റേ ഒരു എയർലൈൻസ് ഏറ്റെടുത്തതുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വളരെ നോർമലായിട്ടുള്ള, അത് തന്നെ വലിയ ലക്ഷറി ആയിട്ടുള്ള എയർലൈൻസ് ആക്കി അദ്ദേഹം മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല ആളുകൾക്കും തന്നെ വലിയ തോതിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 4 മണിക്കൂറിലധികമുള്ള ഒരു പോഡ്കാസ്റ്റ് കാണുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനകത്തേക്ക് കടക്കുന്നില്ല. ഞാൻ ബിസിനസ് രംഗമൊക്കെ തന്നെ വളരെ ഗംഭീരമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം തന്നെ ഓർത്തിരിക്കുന്നത്. ഇനി നമുക്കറിയാലോ, വിജയ് മല്യ പറഞ്ഞു. നീരവ് മോദി ഡയമണ്ട് വ്യാപാരിയായിരുന്നു, വലിയ ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മാവനായിട്ടുള്ള ചോംസ്കിയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരനായിട്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അവരുടെ കടകളിൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ പോലും ഏതാണ്ട് 100 കണക്കിന് കോടി രൂപയിലധികം വരുന്ന സാധനങ്ങളാണ് പിടിച്ചെടുത്തത്. പക്ഷേ അദ്ദേഹത്തിന് ഈ രാജ്യം വിട്ടു പോകേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹവുമൊക്കെ തന്നെ ഒരു സാധാരണ ആളെ പോലെ അഭയാർത്ഥിയായി മറ്റേതോ രാജ്യത്ത് ജീവിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തെയും വിജയ് മല്യയെയും ചോംസ്കിയെയും ഒക്കെ തന്നെ വിട്ടുകിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ആണ്. ഈ ലിസ്റ്റുകൾ പെട്ടെന്നൊന്നും അവസാനിക്കുന്നില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മറ്റൊരു തെലങ്കാനയിലും ആന്ധ്രയിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ കമ്പനിയായിരുന്നു സത്യം ഇൻഫോടെക് എന്ന് പറയുന്ന ഒരു കമ്പനി. ആ കമ്പനിയുടെ ഓണറായിട്ടുള്ള രാമലിംഗ രാജു, അദ്ദേഹത്തെ ഗവൺമെൻറ് തന്നെ ചീഫ് ഗസ്റ്റായി നിരവധി പരിപാടികളിലൊക്കെ ക്ഷണിച്ചിരുന്നു. ഏതാണ്ട് വളരെ പ്രധാനപ്പെട്ട റോളിലാണ് അദ്ദേഹം അവിടെ നിന്നിരുന്നത്. പക്ഷേ സ്വന്തം കമ്പനിയിൽ തന്നെ കൃത്രിമത്വം കാട്ടിയെന്നും ആ കമ്പനിയുടെ ഇൻകവും വരുമാനവും പ്രോഫിറ്റും ഒക്കെ പെരുപ്പിച്ച് കാണിക്കുകയാണ് ചെയ്തത് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് കമ്പനി തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതേതാണ്ട് മഹീന്ദ്ര ടെക്കാറ്റെ ആ കമ്പനിയെ ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ നമ്മൾ നിരവധി കാര്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്നും അധികം കേൾക്കാത്ത ഒരാളുണ്ട്, CR സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജിൽ IIT നിന്ന് പഠിച്ചിറങ്ങിയ ഒരാളാണ്, IIM നിന്ന് പഠിച്ചിറങ്ങിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റേതായിരുന്നു സുഭിക്ഷ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റുകൾ. 1600-ലധികം വരുന്ന സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 15,000-ഓളം വരുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ശമ്പളം കൊടുക്കാൻ കഴിയാതെ ഏറ്റവും ഒടുവിൽ അത് ക്ലോസ് ചെയ്യപ്പെട്ടിരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ആളുകൾ എത്തിച്ചേരാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി നമുക്ക് കേരളത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ
മലയാളികളായിട്ടുള്ള ആളുകളുടെ കാര്യത്തിലൊക്കെ നോക്കിയാൽ രാജൻ പിള്ള എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കെ ജനാർദ്ദനൻ പിള്ള എന്ന് പറയുന്ന വലിയ കശുവണ്ടി വ്യാപാരിയുടെ മകനായിരുന്നു അദ്ദേഹം. സമ്പന്നതയിൽ ജനിച്ചു വീണ ഒരാളാണ്. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടത് തീഹാർ ജയിലിലാണ്. ആ തീഹാർ ജയിലിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ടായിട്ട് അവിടുത്തെ സൂപ്രണ്ടിന്, ആ കാലത്തൊരു മാരുതി 800 തന്നെ കോഴയായി കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിന് അവിടെ ജയിലിൽ വലിയ പീഡനം അനുഭവിക്കേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിന് എതിരായി നിന്നിട്ടുള്ളത് അതിനേക്കാൾ വലിയ ആളുകളായിരുന്നു എന്നുള്ളതാണ്. ബിസ്ക്കറ്റ് രാജാവ് എന്നറിയപ്പെട്ടിരുന്ന, ഇന്ത്യയിലെല്ലാം ബിസ്ക്കറ്റ് വിറ്റുകൊണ്ടിരുന്ന വലിയ കമ്പനികൾ ഉണ്ടായിരുന്ന ആളാണ് ഈ പറയുന്ന രാജൻ പിള്ള എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് പിന്നീട് ഒരിക്കൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവരൊരു ഇലക്ഷനിൽ മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. മറ്റൊരാൾ എന്ന് പറയുന്നത് തഖിയുദ്ദീൻ വാഹിദാണ്. നിങ്ങളിൽ എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടാകുമെന്ന് അറിയില്ല. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഈ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൽ ഏതാണ്ട് കുറച്ച് കാലത്തേക്ക് നമ്മുടെ VS തന്നെ മകനടക്കം അതിൽ ജോലി ചെയ്തിരുന്നു, സദേൺ റീജിയണൽ ഹെഡായിട്ടൊക്കെ. ആ ഫോട്ടോയൊക്കെ പത്രത്തിൽ വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം IHRDയുടെ ഹെഡായി ജോലി ചെയ്തിരുന്നു, ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ ഹെഡായി ജോലി ചെയ്തിരുന്നു. അതിനുശേഷം കയർ ബോർഡിൻ്റെ ഹെഡായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആരാണ് ഇത്ര മിടുക്കൻ എന്ന് ഞാൻ ആ സമയത്തൊക്കെ വിചാരിച്ചിരുന്നു. അരുൺ കുമാറിനെ കുറിച്ച്. പിന്നീടാണ് അദ്ദേഹം VSൻ്റെ മകനാണെന്ന് അറിയുന്നത്. അപ്പോൾ ഈ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയിട്ടുള്ള ഒരു പ്രൈവറ്റ് എയർലൈൻസ് ആണ്. അത് തുടങ്ങിയ ആൾ മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് തഖിയുദ്ദീൻ വാഹിദ്. അദ്ദേഹം യഥാർത്ഥത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം അത് ദാവൂദ് ഇബ്രാഹിമിൻ്റെയൊക്കെ കയ്യിലുള്ള പണമാണെന്നും ബാക്കിൽ അവരാണ് ഉണ്ടായിരുന്നതെന്നും ഒക്കെയുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്നറിയില്ല. പക്ഷെ എന്താണെങ്കിലും അത്തരത്തിലുള്ള അധോലോക സംഘങ്ങളുടെയൊക്കെ ഏറ്റുമുട്ടലുകൾ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പരക്കെ കേൾക്കുന്ന ഒരു കാര്യം. ഈ എയർലൈൻസ് തന്നെ ആകെ തകർന്നു പോവുകയൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പിന്നെ മലയാളികൾക്കൊക്കെ തന്നെ വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്കെല്ലാം അറിയുന്ന ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറയുന്ന അറ്റ്ലസ് ജ്വല്ലറി നടത്തിയിട്ടുള്ള, പാവമായിരുന്നു എല്ലാവരും പറയുന്നത്, ശുദ്ധനായിരുന്നു എന്ന് പറയുന്ന അറ്റ്ലസ് രാമേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർന്നു. അദ്ദേഹം ഏതാണ്ട് 3 കൊല്ലത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു വിദേശത്ത്. ആ ജയിലിൽ കിടക്കേണ്ടി വന്നതിന് ശേഷം അദ്ദേഹം ജയിൽ മോചിതനായെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പിന്നീട് അദ്ദേഹത്തിന് പുറത്തേക്കൊന്നും വരാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ഏതാണ്ട് ഒരു ഹൗസ് അറസ്റ്റ് എന്ന് പറയുന്ന ലെവലിൽ വീട്ടിൽ തടങ്കലിൽ തന്നെ ആയിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ അവരനുവദിച്ചിരുന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ 2 ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു. ആ 2 ഹോസ്പിറ്റലുകൾ ഏതാണ്ട് ആ സമയം നോക്കി ചുളുവല കടിച്ചു വാങ്ങിയിട്ടുള്ള മറ്റൊരാളുണ്ട്. അദ്ദേഹം വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് BR ഷെട്ടി. ഈ BR ഷെട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. നമ്മുടെ ഇവിടെ മഹാഭാരതം എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, 1000 കോടി രൂപ തരാം എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. മോഹൻലാലിലേക്ക് വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള വലിയ സിനിമകൾ എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് പ്രൊഡ്യൂസറായി വന്നുകൊണ്ട് മഹാഭാരതം ഇത് എടുക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മുടെ ഒടിയൻ്റെ സംവിധായകൻ ശ്രീകുമാർ മേനോനാണ് ആ സിനിമ എടുക്കാനിരുന്നത്. അത്തരത്തിലുള്ള വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അത് എടുക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ 1000 കോടി പോയിട്ട് 100 കോടി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ BR ഷെട്ടിയൊക്കെ എത്തിച്ചേർന്നു. ഇപ്പോൾ അദ്ദേഹം വിദേശത്താണെങ്കിൽ അറസ്റ്റ് ചെയ്യും. അദ്ദേഹം ഇപ്പോൾ ഉടുപ്പിയിലോ മംഗലാപുരത്തിനടുത്തുള്ള ഏതോ പ്രദേശത്ത് താമസിക്കുകയാണ് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, അവിടെ നിന്ന് വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്കറിയാലോ മറ്റൊരാൾ നമ്മളെ ഞെട്ടിച്ചൊരു മരണവും കൂടിയുണ്ട്. അത് കേരളത്തിലെ ഏറ്റവും വലിയ വീട് നിർമ്മിച്ച അദ്ദേഹമായിരുന്നു. 45,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ആ വീട് നിർമ്മിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വയനാട്ടിലാണ് ആ വീട് നിർമ്മിച്ചത്. കപ്പൽ ജോയ് എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജോയ് അറക്കൽ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഒരു 14 നില 24 നില കെട്ടിടത്തിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ, സ്വന്തം മകനോടൊപ്പം തന്നെ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. ആ വീട് അദ്ദേഹം പണിയുമ്പോൾ പറഞ്ഞിരുന്നത്, മറ്റുള്ള തൊട്ടടുത്തുള്ള ആളുകൾ കൂടി താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീട് പണിയുന്നത്. കാരണം അങ്ങനെ ഒരു ആവശ്യം വന്നാൽ അവർക്ക് എല്ലാവർക്കും കൂടി താമസിക്കാമെന്നാണ്. പക്ഷേ അവരിൽ ആരെങ്കിലും ഒരാൾ അദ്ദേഹം വീടിനകത്ത് താമസിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതൊന്നും സംഭവിക്കാനൊരു സാധ്യതയില്ല. പക്ഷേ ഇത്തരത്തിൽ വലിയ ആർഭാടകരമായിട്ടുള്ള ഒരു വീട് ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. എണ്ണ ബിസിനസ്സാണ് നടത്തിയിരുന്നതെന്നും അതിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ഇറാഖിലേക്കടക്കം പല എണ്ണ വ്യാപാരവും നടത്തിയിരുന്നു എന്നുമൊക്കെയുള്ള ചില കിംവദന്തികളൊക്കെ ഉണ്ട്. എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും അദ്ദേഹം ഏതാണ്ട് 14-ാമത്തെയോ 24-ാമത്തെയോ നിലയിൽ നിന്ന് ഒരു മീറ്റിങ്ങിന് ശേഷം ഇറങ്ങി വരുമ്പോൾ താഴെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എത്തിയിരിക്കുന്നു. അവർ പിടിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. പിന്നെ മറ്റെവിടെയെങ്കിലും കൽത്തുറങ്കിൽ 10-25 കൊല്ലം ജീവിക്കേണ്ടി വരും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്നാണ് ആരോപിക്കപ്പെടുന്നത്. അദ്ദേഹം ചാടി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള നിരകളുടെ ഏറ്റവും അവസാനത്തേതായിരിക്കട്ടെ ഡോക്ടർ CJ റോയിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അന്വേഷിക്കാതിരിക്കാനൊന്നും കഴിയില്ല എന്നുള്ളത് ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
എങ്കിൽ പോലും ഇടപെടുമ്പോൾ നമ്മുടെ മനുഷ്യരും സമൂഹവും ഒക്കെ തന്നെ ഒരു ജോലി എടുത്തിട്ടുള്ള ആളുകളാണ്. അതിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും, ടാക്സ് അടക്കാതെ വന്നിട്ടുണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവരെയൊക്കെ തന്നെ വലിയ ശത്രുതാ മനോഭാവത്തോടെയും അവർ തകർന്നാലുള്ള അമിതമായ സന്തോഷവും ഒക്കെ നമ്മുടെ ജനത്തിനുണ്ടാവാറുണ്ട്. അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾ വലിയ ആർഭാടം കാണിക്കുമ്പോൾ ആർഭാടത്തിൽ നിന്ന് അവരില്ലാത്ത അവസ്ഥയിലായി പോയാൽ സ്വന്തം സുഹൃത്തുക്കൾ പോയിട്ട് സ്വന്തം ബന്ധുക്കൾ പോലും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കൊരു വസ്തുതയാണ്. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുക, പിന്നെയും പിടിച്ചു കയറുക എന്നൊക്കെ ഉള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള വലിയ ശ്രമകരമായിട്ടുള്ള ഒരു ജോലി ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ ഏറ്റവും അവസാനത്തേതാവട്ടെ, ഇത്തരത്തിൽ തകർന്നു പോകുന്ന ബിസിനസ്സുകാരുടെ ഏറ്റവും അവസാനത്തേതാവട്ടെ ഡോക്ടർ CJ റോയ് എന്ന് ആശിക്കാനേ നമുക്ക് കഴിയൂ. ഒരു കാര്യം കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതാണ്, ഇത്തരത്തിലുള്ള ആളുകളോട് വലിയ അമിതമായ റെസ്പെക്റ്റ് അവരുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ കൊടുക്കണം എന്നില്ല. പണമില്ലാത്തത് കൊണ്ട് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ നമ്മൾ കുറച്ചുകൂടി നല്ല മനുഷ്യരായും കൃത്യമായിട്ടുള്ള ആളുകളായും മനസ്സിലാക്കണം. ഇവരിൽ എല്ലാവർക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരൊക്കെ വലിയ കഠിനാധ്വാനികളായിരുന്നു എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല.